ഓൾ കേരള ഓട്ടോ എക്സ്പെഡിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ പത്തനംതിട്ട പോയായിരുന്നു. പത്തനംതിട്ടയിലെ ഇടയാറന്മുള എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരാളെ മീറ്റ് ചെയ്തായിരുന്നു, നമ്മുടെ എല്ലാവരുടെയും ജോസ് അച്ചായൻ. അപ്പം അച്ചായൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മൾ ഇന്നലെ അച്ചായൻ്റെ വിശേഷങ്ങൾ അറിയാനല്ല പോയത്, മറിച്ച് നമ്മുടെ അച്ചായൻ്റെ കൂടെ അച്ചായൻ കൊണ്ടുവന്ന നമ്മുടെ ആ ഒരു മിത്സുബിഷിയുടെ ഗാലൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയാനായിരുന്നു ഇന്ന് നമ്മളവിടെ പോയത്. അപ്പം ഈ ഒരു അച്ചായൻ്റെ ആ ഒരു ആ സാഹസികമായ യാത്ര ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറലായതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ഒത്തിരി പേര് കേട്ടായിരുന്നു. അതായത് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി സ്വദേശി എന്നാണ് നമുക്ക് എല്ലാവർക്കും ന്യൂസ് കിട്ടിയത്. കാഞ്ഞിരപ്പള്ളി സ്വദേശി ബാബു എന്ന് പറഞ്ഞിട്ടൊരാളും കൂടെ ഉണ്ടെന്ന് നമുക്കറിയായിരുന്നു. പക്ഷേ ഇതുവരെയും അത് ആരാണെന്നോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമ്മൾ ആരും അങ്ങനെ ഒത്തിരി പേരൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം ഇന്നലെ നമ്മൾ നമ്മുടെ ക്യൂനോൺ വിൽസ് നമ്മുടെ മെയിൻ ചാനലിലായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു ജോസ് അച്ചായൻ്റെയും വണ്ടിയുടെയും വീഡിയോ വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് ഞാൻ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി അല്ല കേട്ടോ, നമ്മുടെ പ്രോപ്പർ പൊൻകുന്നത്താണ്. പൊൻകുന്നം കറക്റ്റായിട്ട് ഇവിടെ ഉള്ളവർക്ക് പറയുകയാണെങ്കിൽ ശാന്തി ആശുപത്രി പടി എന്നൊക്കെ പറയും. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ജോസ് അച്ചായൻ്റെ കൂടെ കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ ബാബു ചേട്ടനാണ്. അപ്പം ബാബു ചേട്ടാ നമസ്കാരം. അപ്പം ബാബു ചേട്ടനും ജോസ് അച്ചായനും കൂടെ ഒരുമിച്ചാണ് ആ ഒരു യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നത് അല്ലേ? അപ്പം ബാബു ചേട്ടന് ആദ്യം തന്നെ അറിയാനുള്ളത് ജോസ് അച്ചായനുമായിട്ടുള്ള പരിചയം എങ്ങനെയായിരുന്നു? ജോസ് അച്ഛനായിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞുള്ള പരിചയം. കുവൈറ്റിൽ ചെന്ന് കഴിഞ്ഞ് ഒരുമിച്ച് ജോലി ചെയ്തു. അങ്ങനെ ഒരുമിച്ച് ജോലി ചെയ്തല്ല, വാറിൻ്റെ സമയത്ത് ഞങ്ങൾ മീറ്റ് ചെയ്യുമായിരുന്നു. മലയാളികളെല്ലാം കൂടെ, മറ്റുള്ള ആൾക്കാരെല്ലാം അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാരെ ചെയ്തപ്പോഴാണ് അങ്ങനെ ഈ ജോസുമായിട്ട് കമ്പനി ആകുന്നതും. അങ്ങനെ പുള്ളി അവിടെ ഓട്ടോമൊബൈൽ രംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് പേരിങ്ങനെ രൂപീകരിച്ചിങ്ങനെ പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പം ഇന്നലെ ജോസ് അച്ചായനായിട്ട് സംസാരിച്ചപ്പോൾ ജോസ് അച്ചായൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അന്നത്തെ കാലത്ത് ഭയങ്കര റിസ്ക് പിടിച്ച ഒരു യാത്ര തന്നെയായിരുന്നു നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കായിരുന്നു. പിന്നെ മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ഇഷ്യൂസ് കിടക്കുവാണ്, ഒരു വാറിൻ്റെ സമയമാണ്. അങ്ങനെ വരുമ്പോഴേക്കിനും ബൈ റോഡ് ഇത്രയും ദൂരം, അതും 3 മാസത്തോളം എടുത്ത് ഇത്രയും ദൂരങ്ങൾ താണ്ടിയുള്ളൊരു യാത്ര, ആ യാത്രയിൽ എന്തൊക്കെ റിസ്ക് ഉണ്ടാവുന്ന ഒരു ഉറപ്പും ഇല്ലാതെ അങ്ങൊരു സാഹസത്തിന് ശരിക്കും മുതിരുകയായിരുന്നു. അപ്പം അതിലേക്കുണ്ടായൊരു പ്രചോദനം എന്തായിരുന്നു? പേടിയില്ലായിരുന്നു? പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സാഹസികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും അങ്ങ് അന്നത്തെ ആ ചെറുപ്പകാലത്തുള്ള ഒരു ത്രില്ല്, ആ ത്രില്ലിൻ്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടാണ്. എന്നിട്ട് യാത്രയിലുടനീളം ആ ത്രില്ല് നിലനിർത്താൻ സാധിച്ചു. അത് എപ്പോഴെങ്കിലും ആ ത്രില്ല് നഷ്ടപ്പെട്ടിട്ട് പേടിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നാട്ടിൽ തിരിച്ചെത്താന്നുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ട സമയങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? അത് വഴിയിലുള്ള തടസ്സങ്ങൾ, അതുപോലുള്ള ഇറാഖിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക്, ഈ അങ്ങനെയുള്ള ഇത്. പിന്നെ 1 മാസത്തോളം ഇറാഖിൽ നമ്മൾ പെട്ടുപോയി. അങ്ങനെ റോഡിൽ വണ്ടിയിൽ തന്നെ കിടന്ന് അങ്ങനെയുള്ള ഇത് വന്നപ്പോഴത്തേനും പിന്നെ ഒരു മാനസികമായിട്ട് നല്ലൊരു ഡൗൺ വരും. അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് യാത്രയിൽ പിന്നെ ത്രില്ലങ്ങ് ആകുമായിരുന്നു. പിന്നെയും പോയ ത്രില്ല് തിരിച്ചു കിട്ടിയ നിമിഷങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും യാത്രയിലുടനീളം ശരിക്കും നമ്മളിപ്പം ഒരു ടൂറ് പോകുന്ന ഒരു പ്രതീതിയല്ല. കാരണം ഇപ്പം നമ്മളല്ലാതെ ഫാമിലിയുടെ കൂടെയൊക്കെ നമ്മളിപ്പോൾ ഒരു ടൂർ അങ്ങനെയെങ്കിലും ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ജോളിയായിട്ട് നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് അങ്ങനെ ഒരു വൈബായിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ശരിക്കും പ്രോപ്പറായിട്ട് ഫുഡോ ഒന്നും കിട്ടി കാണത്തില്ല. അങ്ങനത്തെ സമയങ്ങളും ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളെ ആൾക്കാർ, മറ്റുള്ള കൺട്രികളിലുള്ള ആൾക്കാരാണെങ്കിലും അവരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് പെരുമാറിയത്. അപ്പോൾ നമ്മളെവിടെയെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന പോലെ തന്നെ അവർ നമ്മളെ സഹായിക്കും. ഫുഡ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ജോസ് അച്ചായനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ജോസ് അച്ചായൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പം നിങ്ങളിങ്ങനെ ഒത്തിരി കൺട്രീസുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വന്നതാണ്. അപ്പം ശരിക്കും എനിക്ക് ജോസ് അച്ചായൻ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കൺട്രിയുടെ സൈഡിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടി. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമുക്ക് വേണ്ടത്ര സപ്പോർട്ടൊന്നും കിട്ടിയില്ല. മാത്രമല്ല എസ്പെഷ്യലി കേരളത്തിൽ വന്നപ്പോഴത്തേക്കും നിങ്ങളോടുള്ള സമീപനമൊന്നും വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഒരു പരിഗണനയൊന്നും കിട്ടിയില്ലെന്നൊരു കാര്യം ഞാൻ അറിഞ്ഞു. ഇന്നത്തെ സാഹചര്യം അല്ലല്ലോ അന്ന്. അന്ന് കുറച്ചുകൂടെ മീഡിയ ഒന്നും ഇത്രയില്ല. പക്ഷേ ഇന്ത്യ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടേണ്ട പരിഗണന കിട്ടിയില്ല. അന്ന് നമ്മൾ റെഫ്യൂജീസ് ആയിട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊന്നും വലിയ ഒരു ഇതൊന്നും കിട്ടിയില്ലായിരുന്നു. എസ്പെഷ്യലി കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ഇവിടെ വന്നതിന് ശേഷം ഇപ്പം നിങ്ങൾ രണ്ടും ഒരു കാറിൽ യാത്ര ചെയ്ത് വന്ന ആളാണല്ലോ. അപ്പോഴത്തേക്കും നിങ്ങളിൽ ഇപ്പം കൂടെയുള്ള ബാക്കി ഏകദേശം 15
വണ്ടികളോളമാണല്ലോ നമ്മുടെ കേരളത്തിലേക്ക് വന്നത്. അപ്പം ആ വണ്ടി കൂടാതെ ഇവിടെ അടുത്ത് വേറൊരു ആൾ വന്നല്ലോ, അല്ല കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഷാജഹാൻ. അതെൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പം ആ വണ്ടി ആൾ വന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. അല്ല, ഇപ്പോഴില്ല. അത് നമ്മളത് പുള്ളി അത് രജിസ്ട്രേഷൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തു. പിന്നെ അതിനെപ്പറ്റി ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. ഇല്ല, കാരണം ഷാജഹാനെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ പത്രത്തില് അല്ലെ ന്യൂസ് വരുന്നത് ബാബുച്ചേട്ടന്റെയും ഷാജഹാന്റെയും കൂടെ ഒരുമിച്ചുള്ള ന്യൂസ് ഒക്കെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഇത്രയും 113 ദിവസങ്ങളോളം നീണ്ട ഒരു യാത്ര നടത്തി കേരളത്തിൽ എത്തി. അപ്പം ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് ആയിരുന്നു. കാര്യം ഫാമിലി ആദ്യം സമ്മതിച്ചു. അപ്പോൾ ജോസച്ചായനോട് ചോദിച്ചപ്പം ജോസച്ചായൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ റിസ്ക് പിടിച്ച് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് മുതിരണ്ടെന്നുള്ള രീതിയിൽ ഫാമിലിയിൽ നിന്ന് പറഞ്ഞു എന്നറിഞ്ഞു. കാര്യം അത്രയ്ക്കൊരു നമുക്കറിയാമല്ലോ, ഒരിക്കലും ശരിക്കും എത്രമാത്രം ഈ യാത്ര പോസിബിൾ ആകും അങ്ങനൊന്നും നമുക്ക് അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്നും വന്ന നമ്മൾ വിവാഹിതനല്ല. അല്ല. അപ്പം വീട്ടിലുള്ള മറ്റുള്ളവരുടെ നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് അറിയിച്ചില്ല ഞങ്ങൾ വരുന്നുണ്ടെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാണ്, കേരളത്തിൽ വന്നു കഴിഞ്ഞാണ് ഞാൻ ഫാമിലിയെ അറിയിക്കുന്നത്. അപ്പം അവർക്ക് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഓക്കെ. അപ്പം ശരിക്കും ജോസച്ചായന് ഇപ്പം 1-2 മാസത്തിനൊക്കെ മുന്നേ ആയിട്ടാണ് ജോസച്ചായൻ ഇങ്ങനെ വൈറലാകുന്നത്. ഈ കാര്യങ്ങളൊക്കെ വെളിയിൽ വരുന്നത് അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കാര്യം നടന്നൊക്കെ നമ്മൾ മലയാളികൾ എല്ലാവരും അറിഞ്ഞു. കാര്യം അല്ലേ, ആ പത്രത്തിൽ ഫീച്ചർ വന്നു, അതുപോലെ തന്നെ കുറേ മീഡിയ കവറേജ് കിട്ടി. പക്ഷെ അതിലൊന്നും മുഖം കാണിക്കാതെ ഒരാൾ എന്തിനിവിടെ മാറി നിന്നു? അധികം ആരും അറിഞ്ഞില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ കാലത്ത് കാര്യം ഈ അടുത്ത ഇടയിലാണ് ഇത് ഇച്ചിരി കൂടെ ഒന്ന് ആൾക്കാർ അറിഞ്ഞത്. അതിന് പുള്ളി എന്നെ വിളിക്കുന്നു. പിന്നെയാണ് കോണ്ടാക്ട് ചെയ്ത്. പിന്നെ കോണ്ടാക്ട് ചെയ്ത് പുള്ളിയായിട്ട് ഞങ്ങളുടെ ഫോൺ നമ്പർ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടു. പിന്നെ പുള്ളി പറഞ്ഞു ഏത് മീഡിയ വന്നു കഴിഞ്ഞാലും എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ചെന്നോ ഒരു തവണയെങ്കിലും? ഇല്ല, പോയില്ലേ. ഇല്ല, പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ അതോ അങ്ങനെ തല കാണിക്കേണ്ടെന്നൊരു? അങ്ങനൊന്നുമില്ല. അല്ല, അന്ന് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നല്ലോ അന്നത്തെ കാലത്ത്. ഇവിടെയൊക്കെ നമ്മുടെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, മീഡിയ ഇത്രയില്ല. ഒരു 2-3 ഫോട്ടോ ഒക്കെ എടുത്തെന്നുള്ളതല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോൾ അങ്ങനെ അല്ലല്ലോ. ഇന്നിപ്പം എല്ലായിടത്തും മീഡിയയിൽ കൂടെ ഉള്ള ഇത് വരുന്ന കാരണം കുറച്ച് ഇതായി. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി അങ്ങനെയായിട്ട് ഞങ്ങളൊരു ബന്ധമില്ലായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞാൽ ഈ വൈറലായി കഴിഞ്ഞാണ് പുള്ളിയുടെ ഒരു ഇത് കിട്ടി. അപ്പം അന്ന് കേരളത്തിലേക്ക് എത്തി 15 വണ്ടികളുള്ളതിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ, അതായത് ജോസച്ചായനും ബാബുച്ചേട്ടനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അന്ന് കൂട്ടത്തിൽ വന്ന മറ്റാരെങ്കിലും ആയിട്ട് ഇപ്പോഴും സൗഹൃദം വെച്ച് പുലർത്തുന്നുണ്ട്? അല്ല, എൻ്റെ കൂട്ടുകാർ ഷാജഹാനും മറ്റുള്ള അവരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. താമസിക്കുന്നത് അവർ പിന്നെ 1-2 പേരുണ്ടായിരുന്നു അങ്ങോട്ട്, ആലപ്പുഴയിലും അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു. നിങ്ങൾ പിന്നെ അന്ന് വന്ന ആരും തമ്മിൽ പിന്നീട് കണ്ടിട്ടില്ലേ? അപ്പം അന്ന് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നവർ അങ്ങനെ കണ്ടിട്ടില്ല. അന്ന് യാത്ര പിരിഞ്ഞതോടെ നമ്മള് എറണാകുളം ആയിരുന്നു ആ ഒരു ലൊക്കേഷൻ വന്നിട്ട് അവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുമായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ കുറച്ച് പേര് ഗൾഫിൽ തിരിച്ചു പോയി. ഞാനും പോയായിരുന്നു കുറച്ച് നാളം. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു. പിന്നെ ഇവിടെ കാഞ്ഞിരപ്പള്ളി ബിസിനസ്സൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. പിന്നെ അങ്ങനെ ആ ബന്ധം അങ്ങ് പോയി. അപ്പം കുവൈറ്റിൽ അങ്ങനെ അത്രയും പ്രശ്നങ്ങൾക്കിടയിൽ എന്തായാലും സാഹസികമായിട്ട് തന്നെ കേരളത്തിലേക്ക് എത്താൻ ഒക്കെ സാധിച്ചു. ഇത്രയും അന്ന് ഏകദേശം ഒരു പത്രക്കട്ടിങ്ങിൽ മാത്രം ഒതുങ്ങിപ്പോയി ആ ന്യൂസും. പക്ഷെ ഇപ്പം ആയപ്പോഴേക്കും 30 വർഷത്തിന് ശേഷം ആ ന്യൂസ് പിന്നെയും ഒരു തരംഗമായിട്ട് മാറി. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലേ? അപ്പം ഇപ്പം കറന്റ്ലി എന്താണ് ചെയ്യുന്നത്? ജോബ് ഇപ്പം ഞാൻ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നാട്ടിൽ തന്നെ കഴിഞ്ഞു. പിന്നെ പിള്ളേർ 2 പേര്. കുവൈറ്റിലോട്ടൊരു തിരിച്ചുപോക്ക് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? കുവൈറ്റ് ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു പോയി. എന്നിട്ട് പിന്നെ അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വർക്ക് ചെയ്തു. പിന്നെ ഇങ്ങോട്ടത്തെ സാഹചര്യത്തിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് 10-12 വർഷമായി കാണും. 12 വർഷം. ഇനി ജോസച്ചായനെ വണ്ടിയോ എല്ലാം കാണാനായിട്ട് ഒരു ഇടയാറന്മുളയിലായിട്ട് എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇടയ്ക്ക് ഞങ്ങൾ അവിടെ ഇപ്പോൾ ആ ഭാഗത്ത് പോകുമ്പം പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ മിക്കവാറും പോകുന്ന സ്ഥലങ്ങളാണ്. അവിടെ പോയിട്ടുണ്ടോ? അത് കഴിഞ്ഞ് 1-2 പ്രാവശ്യം ഞാൻ പോയായിരുന്നു അവരുടെ വീട്ടിൽ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു സാഹസികമായ യാത്ര കഴിഞ്ഞിട്ടുള്ള യാത്രയിലുടനീളമുള്ള വിശേഷങ്ങളും യാത്രയ്ക്ക് ശേഷമുള്ള ഇവരുടെ വിശേഷങ്ങളും. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയും ഇവിടെ കൊണ്ട് എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ജോസച്ചായൻ്റെയും വണ്ടിയുടെയും വിശേഷങ്ങൾ കാണാനായിട്ട് നമ്മുടെ മെയിൻ ചാനൽ, അതായത് ക്യൂൻ ഓൺ വീൽസിൽ വരെ ഒന്ന് പോയിട്ട് വന്നാൽ മതിയിട്ട്. അപ്പം എന്തായാലും നമുക്ക്
ഇന്നത്തെ വീഡിയോ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട. മാത്രമല്ല എന്തുകൂടെ ചെയ്യണം, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമായിരിക്കും ഞാൻ ഇടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.